നമുക്കൊരു മധുരക്കറി ഉണ്ടാക്കാം. ചക്ക മധുരക്കറി വളരെ പെട്ടെന്നുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയേറിയ ഒരു ചക്കക്കറി നമുക്കുണ്ടാക്കാം. അതിന് കുറച്ച് വെള്ളം എടുക്കുക, അതിന് പാകത്തിന് ഉപ്പിട്ട് നമുക്ക് ചക്ക കുനുകുന അരിഞ്ഞ് ഈ വെള്ളത്തിലിടുക, ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് കൊണ്ട് വേകാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ സമയത്തേക്ക് നമുക്കൊരു തേങ്ങ എടുത്ത് നല്ലതുപോലെ അരച്ച് നമുക്കതിൻ്റെ പാലെടുത്തതിന് ശേഷം വേണം നമുക്കിതിനൊഴിക്കാൻ. അപ്പോഴത്തേക്കും ചക്ക വെന്തിരിക്കും. 2 മിനിറ്റ് കൊണ്ട് വെന്ത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് വെന്താമെന്ന് നോക്കാം. വെന്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കതിലേക്ക് പാലൊഴിക്കാം. പാൽ ഞാൻ തേങ്ങ നല്ലതുപോലെ അരച്ചു പാലെടുത്ത് നമുക്കൊഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം പാലൊഴിക്കാം. പാലൊഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തേങ്ങ നല്ലതുപോലെ പാലെടുത്തതിന് ശേഷം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് 3-4 ഏലക്ക ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. അത് മറക്കരുത്. 2-3 ഏലക്കായി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പം നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് പഞ്ചസാര ഇടാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മധുരമുള്ള ചക്കയാണ്. അപ്പം നമ്മൾ അതിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഞാനിപ്പോൾ 5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ പാത്രത്തിൽ പച്ചവെള്ളത്തിൽ വേണം ഇത്തിരി മൈദ കലക്കി നമുക്കതിനോട് യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊടി കട്ട പിടിക്കും. നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല തിളച്ച് വരും. അപ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം. അധികം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചൂടോടെ തന്നെ എന്തിനോ വെള്ളയപ്പത്തിനോ പുട്ടിനോ എല്ലാത്തിനും കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. 2-3 കശുവണ്ടി മുന്തിരിയൊക്കെ താളിച്ചൊഴിക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നൊരു ടേസ്റ്റിയായ മധുരക്കറിയാണ് ചക്ക മധുരക്കറി.